കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നടങ്കം നൊമ്പരത്തിലാഴ്ത്തിയ ശ്രീനന്ദയുടെ തിരോധാനത്തെക്കുറിച്ച് വളരെ നിർണായകരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ആശങ്കകൾക്കും പ്രാർത്ഥനകൾക്കും വിരാമമിട്ടുകൊണ്ട് കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ നിന്ന് അതീവ ദുഃഖകരമായ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. വിനോദസഞ്ചാരത്തിനിടെ കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ആ പെൺകുട്ടിയുടെ തിരിച്ചുവരവിനായി കാത്തിരുന്ന ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ദുരന്ത വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിക്കമംഗളൂരുവിലെ മാണിക്യധാര വ്യൂ പോയിന്റിന് സമീപത്തെ അതിശക്തമായ മലയിടുക്കിൽ നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ലഭിച്ച ഇടവേളയിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയതായിരുന്നു ശ്രീനന്ദ. എന്നാൽ ഈ യാത്രയുടെ അന്ത്യം ഇത്തരത്തിലായിരിക്കുമെന്ന് ആരും കരുതിയില്ല. ചെങ്കുത്തായ മലനിരകളും കൊടും കാടും നിറഞ്ഞ പ്രദേശത്ത് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ അതീവ സങ്കീർണമായ തിരച്ചിലിനൊടുവിലാണ് ഹർഷനഗൂപ്പെ മലയിടുക്കിന്റെ ആഴങ്ങളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദയുടെ മരണത്തിൽ അതീവ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങളും പ്രാഥമിക പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ നടപടികളുടെയും വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ട്. റിപ്പോർട്ട് പ്രകാരം തലയുടെ വലതുഭാഗത്തേറ്റ അതീവ ഗുരുതരമായ ആഘാതമാണ് മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. വീഴ്ചയുടെ ശക്തിയിൽ തല പാറയിൽ ഇടിച്ചതിനെ തുടർന്ന് മാരകമായ മുറിവുകളും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായി വൈദ്യസംഘം വിലയിരുത്തുന്നു. ഏകദേശം 1500 അടി താഴ്ചയുള്ള മലയിടുക്കിലേക്കാണ് ശ്രീനന്ദ വീണത്. ഇത്രയും വലിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയായതിനാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിലധികം പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അസ്ഥികൾക്ക് പൊട്ടലുണ്ട്. മൃതദേഹത്തിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കാണാതായ ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ മരണം സംഭവിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് ഡോക്ടർമാർ നിഗമനത്തിലെത്തുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിലവിൽ അസ്വാഭാവികമായ മറ്റ് ലക്ഷണങ്ങളോ ബലപ്രയോഗത്തിന്റെ സൂചനകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണം സ്വാഭാവികമായ ഒരു അപകടമായിട്ടാണ് പ്രാഥമിക നിഗമനമെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പോലീസ് വ്യക്തമായി പരിശോധിക്കുകയാണ്. ഈ മലയിടുക്കിന്റെ അരികിലേക്ക് ശ്രീനന്ദ എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുന്നു. രാസപരിശോധനാ ഫലങ്ങളും ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വന്നതോടെ മാത്രമേ ഈ കാര്യങ്ങളിൽ പൂർണ്ണമായൊരു വ്യക്തത കൈവരിക്കുകയുള്ളൂ. മരണകാരണം അപകടമാണെന്ന പ്രാഥമിക നിഗമനങ്ങൾ ഉണ്ടെങ്കിലും ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോഴും മരണത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5:15 കുടുംബത്തോടൊപ്പം മാണിക്യധാര വ്യൂ പോയിന്റിൽ സെൽഫി എടുത്തതിന് ശേഷം എല്ലാവരും മടങ്ങിയപ്പോൾ ശ്രീനന്ദ മാത്രം മറ്റൊരു വഴിയിലേക്ക് മാറിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അപരിചിതമായ സ്ഥലത്ത് മറ്റ് വിനോദസഞ്ചാരികൾക്കിടയിൽ നിന്ന് ശ്രീനന്ദ തനിയെ ഇത്രയും അപകടം പിടിച്ച മലയിടുക്കിന്റെ അരികിലേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണോ അതോ ഭയപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് മാതാപിതാക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കുടുംബത്തിന്റെ പരാതി അതീവ ഗൗരവത്തോടെയാണ് ചിക്കമംഗളൂരു പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് വിനോദസഞ്ചാരികളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. ചിക്കമംഗളൂരു IG-യുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ കേസ് പഠിക്കുന്നുണ്ട്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും സ്പെഷ്യൽ ടാസ്ക് പോലീസും വീണ്ടും പരിശോധന നടത്തി ദുരൂഹതകൾ പൂർണ്ണമായും മാറുന്നതുവരെ എല്ലാ ദിശകളിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്ന ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരുന്നു. കർണാടക പോലീസും പ്രാദേശിക ഭരണകൂടവും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെ പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തുന്ന മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം ഔദ്യോഗികമായി സംസ്കരിക്കും. കടമ്പഴിപ്പുറം സ്വദേശി രമേശിന്റെയും രോഹിണിയുടെയും ഏക മകളായിരുന്നു ശ്രീനന്ദ. 10ാം ക്ലാസ് പരീക്ഷാ ഫലം കാത്തിരിക്കവേ സംഭവിച്ച ഈ വേർപാട് ആ കുടുംബത്തിനെ മാത്രമല്ല നാടിനാകെ തീരാ നഷ്ടമാണ്. മകൾ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഉറ്റവരും നാട്ടുകാരും പകച്ചു നിൽക്കുകയാണ്. ഈ മരണത്തിലെ ഓരോ ദുരൂഹതകളും നീങ്ങുന്നതുവരെ അന്വേഷണം തുടരുമെന്നാണ് ചിക്കമംഗളൂരു പോലീസ് നൽകുന്ന ഉറപ്പ്. ഫോറൻസിക് റിപ്പോർട്ടിലെ ഫലങ്ങൾ വരുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഈ നിർഭാഗ്യകരമായ സംഭവത്തിൽ അർഹിക്കുന്ന നീതി ആ കുടുംബത്തിന് കിട്ടുമെന്ന് നമുക്ക് കരുതാം.